ഹായ് ഓൾ, ചാറ്റ് വിത്ത് TSPയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ഓവറോൾ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ദിവസം തന്നെയായിരുന്നു. ഇന്ന് 2 ട്രേഡ് എടുക്കാൻ പറ്റി. ഒന്ന് നിഫ്റ്റിയിലും അതുപോലെ തന്നെ ഒന്ന് ബാങ്ക് നിഫ്റ്റിയിലും. ഇന്നലെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് അത്യാവശ്യം മൂവ്മെൻറ്റ് തന്നൊരു ദിവസമായിരുന്നു. നിഫ്റ്റി അറൗണ്ട് ഒരു 180 പോയിന്റോളം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഒരു 440 പോയിന്റും ഫ്യൂച്ചറിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് എവിടെയായിരുന്നു എന്നും നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് എൻട്രി. ആദ്യം എൻട്രി എടുത്തത് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. ഈ ഒരു എൻട്രിയുടെ റീസൺ ഇവിടെ ഒരു IFC ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബേസിലാണ് നമ്മൾ അപ്സൈഡിലേക്ക് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. രാവിലെ ഓപ്പൺ ആയത് തന്നെ ഒരു ബാരിഷ്നെസ്സിലായിരുന്നു മാർക്കറ്റ്, നല്ലൊരു ബാരിഷ് ആയിരുന്നു മാർക്കറ്റ്. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് വെച്ചപ്പോൾ തന്നെ നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് ആയി എന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ബൈയിങ് സോണൊക്കെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെലഗ്രാമിലും നമ്മൾ 2 ബൈയിങ് സോൺ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ആ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. വരാണ്ട് തന്നെ ചെറിയൊരു പുൾ ബാക്ക് തന്നിട്ട് മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ICT മെത്തേഡിലൂടെ ഇവിടെ ഒരു IFC ക്യാൻഡിലിന്റെ ബേസിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹൈ വരെ നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1:3 നമുക്ക് ടാർഗറ്റ് കിട്ടി. ഈ ഒരു എൻട്രി നമ്മുടെ വർക്ക്ഷോപ്പ് മെമ്പേഴ്സിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ ആ ഒരു IFC മെത്തേഡാണെന്ന് അവർക്ക് ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എൻട്രി അവർ തന്നെ ഐഡന്റിഫൈ ചെയ്തു. നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ടാർഗറ്റും എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെലഗ്രാമിൽ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ നമ്മൾ 2 ബൈയിങ് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു എൻട്രി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരാത്തത് ഇതൊരു റിസ്കി എൻട്രിയാണ്. പിന്നെ ഇത് നമ്മുടെ മെമ്പേഴ്സിന്, വർക്ക്ഷോപ്പ് മെമ്പേഴ്സിന് കാണുമ്പോൾ അത് മനസ്സിലാവും. കാര്യം അത് അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു എൻട്രി മനസ്സിലായിട്ടുണ്ടായിരുന്നു. കുറച്ച് റിസ്കി എൻട്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പബ്ലിക് ഗ്രൂപ്പിൽ നമ്മളത് പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. റിസ്കി എൻട്രീസ് നമ്മളിങ്ങനെ ടെലഗ്രാമിൽ അധികം പോസ്റ്റ് ചെയ്യാറില്ല. ഒരു 80% അല്ലെങ്കിൽ 80 അബോവ് വിന്നിംഗ് റേഷ്യോ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ട്രേഡ് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ടും ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ നമ്മൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രി. ഇനി നിഫ്റ്റിയിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ബ്രേക്കർ ബ്ലോക്ക് എൻട്രി എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് 1:3.94 അടുപ്പിച്ച് നമുക്ക് ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്കർ ബ്ലോക്ക് എൻട്രി എന്ന് പറയും ഇതിനെ. അപ്പോൾ അങ്ങനത്തെ ഒരു എൻട്രി ആയിരുന്നു ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ICT മെത്തേഡിൽ ഒരു എൻട്രി. അപ്പോൾ അതും ഒരു 1:3.94 അടുപ്പിച്ച് നമുക്ക് ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ എൻട്രീസ് എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് വർക്ക്ഷോപ്പ് മെന്റർഷിപ്പ് പ്രോഗ്രാം ഈ ഒരു ജാനുവരി മന്തിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. January 7 ആണ് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ എവിടെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ കേസ് നോക്കാം. നിഫ്റ്റിയുടെ കേസിൽ ഒരു 2 ബൈയിങ് സോണും അതുപോലെ തന്നെ ഒരു സെല്ലിംഗ് സോണും ആണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പറയാം. ഒരു ബൈയിങ് സോൺ 21,415ഉം അതുപോലെ തന്നെ 21,455ഉം ആണ്. അതിനുള്ളിൽ 2 ഏരിയാസ് 21,421ഉം അതുപോലെ 21,427ഉം പിന്നെ മറ്റൊരു ഏരിയ 21,436ഉം അതുപോലെ 21,438ഉം 21,449ഉം 21,457ഉം ആണ്. ഇനി ഒരു 15 മിനിറ്റ് ബൈയിങ് സോൺ 21,466ഉം അതുപോലെ 21,483ഉം. ഇനി ഒരു സെല്ലിംഗ് സോൺ പറയാം. 21,576ഉം അതുപോലെ 21,595ഉം. അപ്പോൾ ഇത് അതിനുള്ളിൽ ചെറിയൊരു ഏരിയ പറയുവാണെന്നുണ്ടെങ്കിൽ 21,575ഉം അതുപോലെ 21,585ഉം. അപ്പോൾ ഈ ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്കും അവിടെ ട്രേഡിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ഒരു ഡബിൾ കൺഫർമേഷനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് സോൺ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് 2 ഇമ്പോർട്ടൻറ്റ് സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നൊരു ബൈയിങ് സോണും അതുപോലെ ഒന്നൊരു സെല്ലിംഗ് സോണും ആണ്. അതിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ബൈയിങ് സോൺ ആണ്. 47,810ഉം അതുപോലെ 47,906ഉം അതിനുള്ളിൽ ചെറിയൊരു സോൺ 47,806ഉം അതുപോലെ 47,821ഉം മറ്റൊന്ന് 47,846ഉം അതുപോലെ 47,861ഉം ഇനി ഒന്ന് 47,881ഉം അതുപോലെ 47,904ഉം. ഇനി ഒരു സെല്ലിംഗ് സോൺ പറയാം. 48,225ഉം അതുപോലെ 48,105ഉം. ഇനി അതിനുള്ളിൽ ഒരു ചെറിയൊരു സെല്ലിംഗ് സോൺ പറയുവാണെന്നുണ്ടെങ്കിൽ 48,179ഉം അതുപോലെ 48,169ഉം. ഇത് ഇന്നലത്തെ ഒരു സെല്ലിംഗ് സോണാണ്. ഇതും ഇനിയും നമുക്ക് അതിൻ്റെ വാലിഡിറ്റി ഉണ്ട്, കൺസിഡർ ചെയ്യാവുന്നതാണ്.
ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഏരിയയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ കൺഫർമേഷനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഒരു ചാനലിൽ നമ്മുടെ ലീഡ്സ്, എൻട്രി ലീഡ്സും അതുപോലെ തന്നെ നമ്മുടെ വ്യൂസൊക്കെ ഇടാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഇതാണ്. നാളത്തെ മാർക്കറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്